السلام عليكم. أعوذ بالله من الشيطان الرجيم. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. മറിയം അലൈഹിസ്സലാമയോട് അള്ളാഹു പറയുന്ന ഒരു കൽപ്പനയാണിത്. ഈ ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയുന്നുണ്ടാവും. ഈന്തപ്പന മരം പിടിച്ച് കുലുക്ക്, അപ്പോൾ അതിൽ നിന്ന് നല്ല പഴുത്ത പാകമായ ഈത്തപ്പഴം നിനക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ശരിക്കും നല്ല ആരോഗ്യമുള്ള ഒരു ദൃഢഗാത്രനായൊരു പുരുഷനാണെങ്കിൽ പോലും ഒരു ഈന്തപ്പന മരം പിടിച്ച് കുലുക്കിയിട്ട് അതിൽ നിന്ന് പഴം കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നിറഗർഭത്തിൻ്റെ എല്ലാ പരവേശമുള്ള മറിയം അലൈഹിസ്സലാമക്ക് ആ മരം പിടിച്ച് കുലുക്കിയിട്ട് അത് കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്, നല്ല പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഞാൻ മരിച്ചു പോയെങ്കിൽ എന്ന് വരെ അവർ വിചാരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഖുർആനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തരും എന്ന വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം, അതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരൽത്തുമ്പിൽ നിന്ന് എല്ലാവർക്കും കുടിക്കാൻ വേണ്ട അത്രയ്ക്കും വെള്ളം വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദിവസങ്ങളോളം അടുപ്പിൽ തീ പുകയാതെ ഇരുന്നിട്ടുണ്ട്. ശരിക്കും മുഅ്ജിസത്തിൻ്റെ ഭാഗമായിട്ട് പല സംഗതികളും പ്രവാചകരുടെ ജീവിതത്തിൽ, ഔലിയാക്കളുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ശരിക്ക് അള്ളാഹു ഒക്കെ തരും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഒരിക്കലും ഇരുന്നുകൂടാ. മറിച്ച് നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് നമ്മൾ എടുക്കണം എന്നാണ് ഈ ഒരു ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്.